ഹലോ, എല്ലാവർക്കും റൈസ് വിത്ത് ഷജീസ് അറ്റ് ഷജീസ് ഇൻസ്പയറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഷോർട്ടിൽ പറഞ്ഞ പോലെ തടസ്സങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ആ പാത തെളിക്കുന്നത്, വിജയത്തിലേക്ക് നമ്മൾ എങ്ങനെയാണ് നയിക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. അപ്പം ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സജഷൻസും ഒക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. മറ്റുള്ളവർ തടസ്സങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അവസരങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ നിങ്ങളെ തളർത്താനാണോ വന്നത്, അതോ നിങ്ങളെ വളർത്താനാണോ വന്നത്? ആലോചിക്കുക. പലരും ഒരു തടസ്സം കണ്ടാൽ നിൽക്കും അല്ലേ? ചിലര് ആ തടസ്സം കണ്ടാൽ അതൊരു അവസരമായി മാറ്റാനായിട്ട് ശ്രമിക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു ചെറിയ സ്റ്റോറിയാണ്. ഒരു രാജാവ് അദ്ദേഹത്തിന്റെ രാജ്യത്തെ ഒരു ഗ്രാമത്തില് ഒരു പ്രധാന വഴിയിൽ ഒരു വലിയ കല്ല് കൊണ്ടുവന്ന് വെക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം മാറി നിൽക്കുകയാണ്, തന്റെ പ്രജകൾ എങ്ങനെയാണ് അതിനെ റെസ്പോണ്ട് ചെയ്യുന്നത് എന്നറിയാനായിട്ട്. ആദ്യം ഒരു സമ്പന്നനായ ഒരു വ്യാപാരി വന്നു. അദ്ദേഹം ഭയങ്കര രോഷത്തോടു കൂടി ആരാണ് ഈ കല്ല് ഈ വഴിയിൽ ഇവിടെ കൊണ്ടുവച്ചത് എന്ന് പറഞ്ഞിട്ട് അയാൾ മാറി നടന്നു പോയി. രണ്ടാമതായിട്ട് ഒരു ഉദ്യോഗസ്ഥൻ വന്നു. അദ്ദേഹവും ഇതുപോലെ മറ്റുള്ളവരെ ദേഷ്യം പറഞ്ഞുകൊണ്ട്, തെറി പറഞ്ഞുകൊണ്ട് അദ്ദേഹവും മാറി നടന്നു പോയി. മൂന്നാമതായിട്ട് ഒരു പാവപ്പെട്ട ഒരു കർഷകൻ വന്നു. കർഷകൻ വന്നിട്ട് അയ്യോ, ഇത് ആരാണ് ഇവിടെ കൊണ്ടുവച്ചത്, ഇത് ഒരു അപകടമല്ലേ ഇത് എന്ന് വിചാരിച്ചിട്ട് അയാൾ തൻ്റെ സകല ശക്തി ഉപയോഗിച്ച് ആ കല്ല് ഒരു വഴിയിലേക്ക്, ഒരു സൈഡിലേക്ക് അദ്ദേഹം മാറ്റിവെച്ചു. അപ്പൊ ഈ കല്ലെടുത്ത് മാറ്റിയപ്പോൾ അവിടെ ഒരു പെട്ടി ഉണ്ടായിരുന്നു. ആ പെട്ടി അദ്ദേഹം തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് കുറേ സ്വർണ്ണ നാണയങ്ങളും പൈസയും ഒക്കെ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം ഒരു കുറിപ്പും. ഈ തടസ്സം മാറ്റിയവനാണ് ഈ സമ്മാനത്തിന് അർഹൻ എന്നുള്ളത്. അപ്പൊ ഇവിടെ പലരും വന്നു, പലരും അതൊരു തടസ്സമായി കണ്ട് മാറി നടന്നു പോയി അല്ലേ? കർഷകൻ അതിനെ ഒരു അവസരമായിട്ട് കണ്ടു. ഇതിലെ ഒരു പാഠം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള കല്ലുകൾ ഉണ്ടാവും. എന്താണ് ആ കല്ലുകൾ എന്ന് പറയുന്നത്? അത് ഒരുപക്ഷെ ഒരു ജോലി നഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷൻ ആകാം, ദാരിദ്ര്യമാകാം, നിരാശയാകാം, പരാജയമാകാം, ആരോഗ്യ പ്രശ്നങ്ങളാകാം. പലരും എപ്പോഴും അവനവനോട് തന്നെ ചോദിക്കാറുണ്ടല്ലേ, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ പ്രശ്നങ്ങൾ? വിജയിക്കുന്ന ഒരാളാണെങ്കിൽ, വിജയം ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അവനവനോട് തന്നെ ചോദിക്കും, ഈ പ്രശ്നത്തിൽ നിന്ന് എന്താണ് എനിക്ക് പഠിക്കാനുള്ളത്? നമുക്ക് അവസരം, പ്രശ്നങ്ങൾ വരുമ്പോൾ അവസരം കാണാനുള്ള 3 മാർഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഒന്നാമതായിട്ട്, പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു പുതിയ ചോദ്യത്തോടു കൂടി അതിനെ അപ്രോച്ച് ചെയ്യുക. എന്താണ് ആ പുതിയ ചോദ്യം എന്ന് പറയുന്നത്? ഇത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ള ചോദ്യം. ഇനി രണ്ടാമതായിട്ട്, അതിനൊരു പഠനമായിട്ട് കാണുക. ഓരോ പരാജയവും ഒരു പരിശീലനമാണ്, നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയും, ചെറിയ ചെറിയ അവസരങ്ങൾ വരുമ്പോൾ അതൊരിക്കലും അവഗണിക്കരുത്. ചെറിയ അവസരങ്ങളിലൂടെയാണ് നമ്മൾ വലിയ വലിയ വിജയങ്ങളിലേക്ക് നമ്മൾ എത്തുന്നത്. ഒരു ചെറിയ സ്റ്റോറി, അടുത്ത ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞു തരട്ടെ. ഒരു യുവാവ് ജോലി നഷ്ടപ്പെട്ട് വീട്ടിലിരിക്കുമായിരുന്നു. അദ്ദേഹത്തിന് 2 രീതിയിൽ അപ്രോച്ച് ചെയ്യാം അല്ലേ? ഒന്ന്, നിരാശനായിട്ട് വീട്ടിലിരിക്കാം. ഈ യുവാവ് എന്ത് ചെയ്തു? ഓൺലൈനിൽ ഒരു ചെറിയൊരു ബിസിനസ് ആരംഭിച്ചു, ഒരു ചെറിയൊരു സേവനം ആരംഭിച്ചു, ഓൺലൈനിൽ കൂടി ചെയ്തു കൊടുക്കുന്നത്. ഈ ഓൺലൈനിൽ കൂടി ചെയ്തു കൊടുക്കുന്ന ഈ ചെറിയ സേവനം കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ വലിയൊരു ബിസിനസ് ആയിട്ട് മാറി. ഇവിടെ ജോലി നഷ്ടപ്പെട്ടത് ഒരു തടസ്സമായിരുന്നല്ലേ? പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? അതൊരു അവസരമാക്കി മാറ്റി. ജീവിതത്തിൽ വരുന്ന ഓരോ തടസ്സവും ഓരോ മറഞ്ഞിരിക്കുന്ന അവസരമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത തവണ നിങ്ങളിലേക്ക് ഒരു പ്രശ്നം കടന്നു വന്നാൽ നിങ്ങൾ സ്വയം ഈ ഞാൻ പറയുന്ന ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. ഈ പ്രശ്നത്തിൽ നിന്ന് എനിക്ക് എന്താണ് പഠിക്കാനുള്ളത്? ഈ പ്രശ്നം എന്നെ എവിടേക്കാണ് നയിക്കുന്നത്? ഈ പ്രശ്നത്തിന്റെ ഉള്ളിലെ അവസരം എന്താണ് എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. എപ്പോഴും ഓർക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, മറ്റുള്ളവർ തടസ്സങ്ങൾ മാത്രം കാണാനായിട്ട് ശ്രമിക്കുമ്പോൾ വിജയികൾ എന്തു ചെയ്യും? അതിനുള്ളിലെ അവസരം എന്താണ് എന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കും. ആ അവസരങ്ങളെ തേടി അവരിറങ്ങും. ഇതാണ് നമ്മുടെ ജീവിതം മാറ്റുന്ന, ജീവിത വിജയത്തിലേക്കുള്ള നമ്മുടെ ചിന്തയുടെ രഹസ്യം എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Stay tuned with Rise with Shajis. I will be back with another wonderful video. Thank you.